അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ക്ലീനിങ് ഡേ ആയിരുന്നു. ഇതിടയ്ക്ക് ഞാൻ ചെയ്യാറുള്ളതാണ്. കാരണം ഒരു പ്രാവശ്യം ഞാൻ ഓരോ പ്രോജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് അത് തിരിച്ചെടുത്ത് വെക്കുന്നു, അല്ലാണ്ട് അത് കറക്റ്റ് ഓർഡറിൽ നീറ്റാക്കിയൊന്നും വെക്കാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഇടയ്ക്ക് എനിക്ക് ഫ്രീ ആയിട്ട് ഏതെങ്കിലും ഒരു ദിവസം കിട്ടുമ്പോൾ ഞാൻ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ യാൻസ് എല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കും. എന്നിട്ട് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ച് ആ ഓർഡറിൽ സ്റ്റാക്ക് ചെയ്ത് വെക്കും. ഈ ഒരു ഷെൽഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെച്ചിരിക്കുന്നത് കോട്ടൺ 4 പ്ലൈ ആണും ഷെനൈൽ യാണും ആണ് ഈ ഒരു കബോർഡിൽ ഞാൻ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ യാൻസ് എല്ലാം നമ്മൾ എടുത്തൊന്ന് നോക്കണം. ഇത് കുറച്ച് നാളത്തേക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് പൊടി പിടിക്കാനോ അങ്ങനെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്നതോടൊപ്പം തന്നെ എനിക്ക് പുതിയ എന്തെങ്കിലും യാൻസ് വേണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കളേഴ്സ് മിസ്സിങ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാനും പറ്റും. അപ്പോൾ അതൊക്കെ ഈ ഒരു ടൈമിലാണ് ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നത്. ക്രോഷ്യോ ഒക്കെ ചെയ്യുന്ന ആ ഒരു സെയിം സന്തോഷത്തോടു കൂടെ തന്നെയാണ് ഞാൻ ഈ ഒരു എൻ്റെ സ്പേസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കാരണം എനിക്കിഷ്ടമുള്ളൊരു സ്പേസാണ്. എൻ്റെ വീട്ടിലെ ഏറ്റവും എനിക്കിഷ്ടമുള്ളൊരു സ്പേസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ഞാൻ എപ്പോഴും നീറ്റാക്കി വെക്കാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു ക്ലീനിങ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.